നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ആ രംഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 4 പരീക്ഷണങ്ങൾ അതിജീവിക്കാതെ ഒരാളുടെ മരണം നടക്കുകയില്ല. ഒന്നാമത്തത് സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന അവൻ അനുഭവിക്കണം. രണ്ടാമത്തത് മുഷാഹദത്തുൽ മലക്കുൽ മൗത്ത്, അസ്രാഈൽ അലൈഹിസ്സലാമിനെ നേരിട്ടവൻ ദർശിക്കും, കാണും. മൂന്നാമത്തത് മുഷാഹദത്തുൽ മലക്കൈനിൽ ഹാഫിളൈനി, നമ്മുടെ വലതും ഇടതും നമ്മുടെ കർമ്മങ്ങൾ ഒപ്പിയെടുക്കുന്ന ഹഫളത്തിന്റെ 2 മലക്കുകൾ വന്ന് നമ്മോട് യാത്ര ചോദിക്കും. ഇത്രയും കാലം നമ്മുടെ നന്മകളും തിന്മകളും എഴുതിയ മലക്കുകൾ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വട്ടച്ചെലവുമായി ബന്ധപ്പെട്ട ചില്ലറ നമുക്ക് ഈ ബക്കറ്റിലാണ് വീഴേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 100 രൂപ കുറയാതെ സംഭാവനകൾ ഇടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തഖബ്ബലല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തത് നരകവും അവൻ കാണും, സ്വർഗവും കാണാതെ മരിക്കുകയില്ല. ഇത് 4ഉം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മരണത്തിനൊരു വേദനയുണ്ട്. കാരണം റൂഹ് ശരീരത്തിന്റെ ഒരു സെല്ലിൽ മാത്രമല്ല, മുഴുവൻ ബോഡിയിലുമായി നിൽക്കുന്ന ഒരു ചൈതന്യമാണ് റൂഹ്. ആ റൂഹിനെ പിടിക്കുമ്പോൾ അതിൻ്റെതായ വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. മുത്തുനബി പറയുകയാണ്, ആ വേദന എങ്ങനെയാണെന്നറിയുമോ? ഖദ്റു സലാസുമിഅതി ലർബത്തിൻ ബിസ്സൈഫ്, വാളുകൊണ്ട് 300 തവണ വെട്ടുന്ന വേദനയാണ് മരണത്തിന്റെ വേദനയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാളുകൊണ്ട് 300 തവണ ഒരേ സമയം വെട്ടിയാലുള്ള വേദന. അല്ലാഹു നമ്മുടെ വേദന എളുപ്പമാക്കി തരട്ടെ. ഒരിക്കൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലാഹു ചോദിച്ചു, കൈഫ വജത്തൽ മൗത യാ ഖലീലി, എന്റെ ഇഷ്ടപ്പെട്ട ചങ്ങാതിയല്ലേ താങ്കൾ, ആത്മമിത്രമല്ലേ, അങ്ങ് മരണപ്പെട്ടപ്പോൾ മരണം എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, കസുഫൂദിൻ ജുഇല ഫീ സൂഫിൻ റത്ബിൻ സുമ്മ ജുദിബാ. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ടത് ഇരുമ്പിന്റെ ഒരു കമ്പി പോലെ. ആ കമ്പിയിൽ പച്ചയിറച്ചി കോർത്തിട്ട് അതിനെ തീക്കനലിന്റെ മുകളിൽ കാണിച്ച് അതിനെ